ഹലോ ഗായ്സ്. അപ്പൊ അതെ കുത്തണ്ട. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇൻഷാ അല്ലാ നാളെ നമ്മളുടെ ഷോപ്പിന്റെ ഇനാഗ്രേഷനാണ് ഇൻഷാ അല്ലാ. അപ്പൊ നിലവിൽ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ സാമ്പിൾസ് എല്ലാം കയറ്റിയിട്ടുണ്ട്, ലോഞ്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഒരാൾക്ക് എന്തോ അഭിപ്രായം പറയാനുണ്ട്, പറഞ്ഞു. എന്താ മൈക്ക് മൈക്ക് ഇവിടെ വെക്കാനാണോ? പറഞ്ഞു. അതല്ല കട്ട് സീരിയസ് ആണ്. അപ്പൊ ചെക്കൻ സ്വകാര്യം പറയാൻ വേണ്ടിട്ട് കട്ട് ചെയ്യിപ്പിച്ചാണ്. സ്വകാര്യം എന്താന്ന് വെച്ചാ പെൺവിഷയമായിരുന്നു, പെൺവിഷയം. അപ്പൊ ഇൻഷാ അല്ലാ അതേ ലോഞ്ച് പരിപാടികളൊക്കെ സെറ്റാണ്, സാമ്പിൾസ് റെഡിയാണ്. അപ്പൊ അതേ നമ്മളുടെ ഓഫീസാണ്. ഇവിടെ ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞത് ഞാനാണ് ഇങ്ങനെ ഇരിക്കാൻ പോണത്. ബ്രോ ഇവിടേക്ക് കയ്യെട്ടി വിളിക്ക്, കയ്യെട്ടി വിളിക്ക് പറയണേറ്റ ഫൈവ്. അപ്പൊ ഇതിന്റെ മാനുഫാക്ചറിങ് പരിപാടിയാണ് നമ്മൾ സെറ്റ് ചെയ്യണത്. സൈനേജിന്റെ ബിസിനസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ട 2-3 മോഡൽസ് നമ്മൾ സാമ്പിൾസ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് എടുക്കണം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയാ നിസ്കരിക്കണേണ്. എന്താ ചെയ്യാ, ഞങ്ങൾ നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല പിള്ളേരാ. അപ്പോ നമ്മളുടെ ഇനാഗ്രേഷൻ നാളെ 4 മണിക്ക്, 4 മണിയല്ല 4-5 മണി അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ 4 മണിക്ക് 4 മണി പറയുന്നതെന്ന് വെച്ചാൽ ക്രൗഡ് ഉണ്ടാവണം. നമുക്ക് ഈ ലൈറ്റും ഇതിലൊക്കെ എന്തായാലും ആൾക്കാർ വരണം. അപ്പം ഇൻഷാ അല്ലാ 4 to 5 അതിൻ്റെ ഇടയിൽ നമ്മൾ ഇനാഗ്രേഷൻ നടത്തുന്നതാണ്. ഇൻഷാ അല്ലാ ബാക്കി പരിപാടികൾ നാളെ. അപ്പോൾ ഗായ്സ് ഇൻഷാ അല്ലാ നമ്മുടെ ഇനാഗ്രേഷൻ്റെ പരിപാടികൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടിയിൽ നമ്മൾ മാറ്റും ബലൂൺ ആർച്ചും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അതേ സാധനങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആർച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ചെയർ ക്ലോത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് റമീസാണ് കളിയെ. റമീസാണ് കിട്ടിയത്. നിലവിലിത് എൻട്രൻസ് ഇവിടെ തന്നെ കയറാം നമുക്ക് ഇൻഷാ അല്ലാ. സെറ്റല്ലേ? വെള്ളം കുടിക്കട്ടാ, വെള്ളം കുടിക്കട്ടാ, വെള്ളം കുടിക്കട്ടെ, സെറ്റാക്കിട്ടാ. ശാബാസും പിള്ളേരും ആക്കിയെടുക്കാം. പാർട്ട്ണർ ഇതെങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്? ഷറായില്ലേ? ബേബി സെറ്റായില്ലേ? ബ്ലാക്ക് ലെറ്റർ എങ്ങനെയുണ്ട്? ഇതാണ് മെയിൻ സാധനം. ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെറ്റേഴ്സും അങ്ങനെ ഇങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നമ്മുടെ ലെറ്റർ സാമ്പിൾസ് വരുന്നു. ഫൈനലി അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. സോഫ മാറ്റ് നമുക്കൊരു വാൾ പെയിൻറ്റിങ് ഒരു ടെക്സ്ചർ ടൈപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ആ സാധനം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. കോണ്ടിനെൻ്റൽ സൈൻ അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം റാഹത്താണ്. ഇനി പുസ്തകം ഒന്ന് ചെയ്താൽ പരിപാടിയൊക്കെ തീർന്ന് ഇൻഷാ അല്ലാ. അപ്പം അതിൻ്റെ ഒരു
ടെൻഷനും പരിപാടികളൊക്കെ ഉണ്ട്, സന്തോഷവും ഉണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തക്കാരും ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. രേനയും പിള്ളേരും എത്തിയിട്ടുണ്ട്, മൂത്താപ്പ എത്തിയിട്ടുണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതേ ഹൃദിക്കിൻ്റെ ഡാഡിയാണത്. അത് ഇനിയിപ്പോൾ ഇതേ റിബൺ കെട്ടാനുള്ള പരിപാടി കൂടിയാണ്. സിബിനെ എന്താണ് എന്നിട്ട് നെഞ്ചിലൊരു ഇടിപ്പോലെ ഉണ്ടല്ലോ. അതെ, ഇത് വെച്ചിട്ടാണ് ഉസ്താദ് കട്ട് ചെയ്യാൻ പോണത്. അത് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് വേറെ. ഉസ്താദ് റഹ്മാൻ പറയില്ല, പക്ഷെ ഉസ്താദ് വരുമ്പോ പാട്ട് ഓഫ് ചെയ്യണം. വാതൊക്കാനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ. അല്ല കഴിഞ്ഞില്ലേ വണ്ടി കട കയറ്റിട്ടെ. ഇതെങ്ങനെ കേറോ സെന്ററിൽ വന്നേ 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 പോലെ പോലെ ഫ്രണ്ടിൽ കൂടെ വാങ്ങിയാണ്. ഇതേ പുസ്തകക്കാർ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളിത് മുതിർന്ന ആൾക്കാരെയും വിളിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ കൈജാവിയും പിള്ളേരും ഉണ്ട്. കൈ വാങ്ങി. അപ്പോ ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞാ അന്ന് ഇത് ഹൈഡ് ചെയ്യണം. ഇത് ഹൈഡ് ചെയ്യാം. ഇത് ഹൈഡ് ചെയ്യണം. ഇപ്പൊ തന്നെ തീരും. ശരിയുള്ളൂ. നമ്മുടെ ഞങ്ങളുടെ ഷോപ്പാണ് കുറച്ച് കാശ് തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ചൂഷണം ചെയ്യും. ആ എന്നാ ശരി, ഒന്നൊരു കാര്യം ചെയ്യ്, നാളെ തൊട്ട് മാർക്കറ്റിംഗ് പരിപാടി തുടങ്ങിക്കോ. ഒന്ന് ശരി, അക്കൗണ്ട്സിൽ കയറ്റാൻ പറ്റില്ല. ഓക്കെ ശരി, അപ്പൊ നാളെ തൊട്ടിട്ടാ പാർട്ണർഷിപ്പ് സെറ്റ് ആയിക്കോ. നാളെ തന്നെ മാർക്കറ്റിംഗ്. അപ്പൊ പരിപാടികളൊക്കെ ഉഷാറായിട്ടുണ്ട്, കളറായിട്ടുണ്ട്. നമ്മുടെ പിള്ളേരെല്ലാവരും എത്തിയിട്ടുണ്ട്. റിയാനും പിള്ളേരും, മമ്മൂസ്, ഫിറോസ്, ഫഹീം, സിബിൻ, നബീല്, ഇടത്തടിയാ എല്ലാവരും ഉണ്ട്. അൻസാരിക്കാട് ഷഹസാദുണ്ട്. അപ്പൊ നമ്മുടെ നിബിൻസ് വന്നിട്ടുണ്ട്. സാറല്ലേ എവിടെ വണ്ടി? എന്തേ വണ്ടി എവിടെ ഉണ്ടായിരുന്നു? നിനക്കൊക്കെ വേണ്ടി ഞാനവിടെ സ്ഥലം ഒഴിച്ചെന്നിട്ട് നശിപ്പിച്ചളഞ്ഞല്ല. ഇതാണ് എൻ്റെ ഉമ്മി റസിയാപ്പി. അടുത്തോലെ എന്നെ കെട്ടിക്കാൻ നടക്കുകയാണ്. വ്ളോഗില് ഞാൻ ഇട്ടിട്ടില്ലേ ഉമ്മ? ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടില്ലേ ഉമ്മയായിട്ട്? അപ്പൊ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് ഇതാണ് റസിയാബി. ഓക്കെ, വന്ന് ഇത് സുഗു, ബഡി സുഗു. വാങ്ങിച്ചാക്കി തരവാ. ഞങ്ങൾ പ്ലാനഡ് ആയിരുന്നു. അവിടെ ഇരുന്നാലെന്നാ? ഇതെന്തിട്ടാണ്? നീ മാച്ചല്ലല്ല, നീ മാച്ചല്ല. ഈ പിക്കിന്റെ ഭംഗികളല്ലേ? അപ്പൊ മെയിൻ ടീമുകളാണ് രണ്ടുപേര്. ഇവരായിട്ട് നമുക്കൊരു പിക്ക് എടുക്കാം. പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനോഗ്രേഷൻ പറഞ്ഞിട്ട് 5:45 സന്തോഷം. പിന്നെ കുളിച്ച് റെഡി ആവണ്ടേ? ഞാനൊക്കെ ലേറ്റ് ആയി പോയി. 2 റാമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അതങ്ങനെയാണ്, ബർക്കത്തൊക്കെ ഉള്ളവര് വരുമ്പോ അങ്ങനെയാണ്, അറിയാലോ. നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തല്ല. ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് കടായപ്പോ ഭയങ്കര ഹാപ്പിനെസ് അല്ലേ? അപ്പൊ നമ്മുടെ പണിവാളും നമുക്ക് ഇവിടുന്ന് മാറാം. നീ പോളേ
അപ്പൊ പൊക്കൂടെ. അപ്പൊ ഇൻഷാല്ലാ അതെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്താണ് നിനക്ക് പറയാനുള്ളത്? അൽഹംദുലില്ലാ ഹൈറായി. അല്ലേ വിചാരിച്ച പോലൊക്കെ ആയാ? ഓ വിചാരിച്ച പോലെ കാര്യങ്ങൾ ആയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനിയിപ്പോ വരും കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ 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 എല്ലാം നിങ്ങളുടെ കയ്യിൽ. ഇൻഷാല്ലാ. ഞങ്ങൾ തരികടയോ ഞങ്ങൾ തരികടയോ. പോയില്ലേ എടാ പോയില്ല. ഒന്ന് പൊക്കൂടെ എന്നാ. കട്ട്ലേറ്റ് തിന്നില്ല എന്ന് പറയാണ്ട് ചുമ്മാ കവറിലാക്കിക്കൊണ്ടു. കവർ മേടിക്കാൻ പോണേണ്. നമ്മള് ചെറിയ പെപ്സി വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാല് വലുത് മാത്രം വാങ്ങുള്ളൂ. ഭയങ്കര സ്നേഹമാണ്. നോക്കിയേ ഇതിപ്പോ യൂണിയൻകാർക്ക് മൊത്തം കൊടുക്കാല. അന്ന് എന്തേലും ജ്യൂസ് വാങ്ങിത്തരോ? അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇങ്ങനെ എത്ര നേരത്തെ നമ്മൾ ഒരിക്കലും ഒരു പരിപാടിക്ക് എത്താൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മോശമാണ്. നേരത്തെ അല്ല ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവാന്നുള്ളതാണ്. നമ്മുടെ ഫിസിക്കലി നമ്മുടെ വേണമെന്നില്ല, നമ്മുടെ മനസ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പൊ എന്താണ് പറയാനുള്ളത്? രണ്ട് വാക്ക് നമ്മളുടെ ആരാധകരോട് പറ. 155 പേരുള്ളൂ. പോട്ടെ അത് നോക്കണ്ട. ബാഡല്ലേ ശരിയാവും. പറ. താങ്ക് യു. അടുത്തത് ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് ഓഫീസ് പരിപാടികളൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറായിട്ടുണ്ട്. നമ്മുടെ രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ കൊടുക്കുകയാണ്. പഴംപൊരി എടാ റിവ്യൂ പറയണല്ലോ പറ. ഫുഡ് ബ്ലോഗേഴ്സ് ജ്യൂസിയാ സ്പൈസി ആയിരുന്നു. പിന്നെ പഴംപൊരി എങ്ങനെയായിരുന്നു? ക്രിസ്പി ആയിരുന്നു. പിന്നെ ചൂടനായിരുന്നു. ഇത്രയേ ഉള്ളൂ. പരിപാടി സ്കോർ ചെയ്താരാണ്? 5. താങ്ക് യു. അടുത്തത് അപ്പൊ നമ്മളുടെ പരിപാടികളൊക്കെ ഉഷാറായിരുന്നു. ഗംഭീരമായിട്ട് വിചാരിച്ചതിനേക്കാളും അൽഹംദുലില്ലാ റാഹത്തായി. അപ്പൊ എല്ലാവരോടും ഒന്നും കൂടി നമ്മളെ കൂടെ എന്താ പറയാ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്ത പിള്ളേരാണ് നമ്മുടെ അനിയന്മാരൊക്കെ തന്നെയാണ്. അപ്പൊ ഇൻഷാല്ലാ നമ്മളുടെ ഈ വ്ലോഗ് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യണേണ്. അപ്പൊ ഓക്കെ ശരി, ബൈ.